അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് മുകേഷ് നൗട്ടിയാലിൻ്റെ ബസന്ത് മേരെ ഗാവ് കാ എന്ന ലേഖാണ്. എന്താണ് ബസന്ത് എന്ന് പറഞ്ഞാൽ? വസന്തകാലം, പ്രകൃതിയുടെ വർണ്ണ പൂക്കാലമാണ് വസന്തകാലം. അപ്പോൾ ബസന്ത് മേരെ ഗാവ് കാ എന്ന് പറഞ്ഞാൽ എൻ്റെ ഗ്രാമത്തിലെ വസന്തം എന്നാണ്. ഉത്തരാഖണ്ഡിലെ ഹിമാലയ പ്രദേശത്തെക്കുറിച്ചും അവിടുത്തെ വസന്തകാലത്തെക്കുറിച്ചുമുള്ള ലേഖനമാണ് ഈ പാഠഭാഗം. അപ്പോൾ നമുക്ക് നോക്കാം. मकर संक्रांति के बाद सूरज पंचाजूली के शिखरों से चौगंबा पर्वत की तरफ ഖിസക്കിന शुरू कर देता है. മകർ സംക്രാന്തി കെ ബാദ് എന്ന് പറഞ്ഞാൽ മകർ സംക്രാന്തിക്ക് ശേഷം സൂര്യൻ പഞ്ചാജൂലി കെ ശിഖരോം സേ പഞ്ചാജൂലിയുടെ കൊടുമുടിയിൽ നിന്ന്. എന്താണ് പഞ്ചാജൂലി എന്ന് പറഞ്ഞാൽ? 5 ശിഖരങ്ങളുള്ള പർവ്വതത്തെയാണ് പഞ്ചാജൂലി എന്ന് പറയുന്നത്. അതുപോലെ ചൗഗംബ പർവ്വതം എന്ന് പറഞ്ഞാൽ 4 ശിഖരങ്ങളുള്ള പർവ്വതമാണ്. അപ്പോൾ പഞ്ചാജൂലിയുടെയും ചൗഗംബയുടെയും നടുവിലായിട്ടാണ് നന്ദാ പർവ്വതം നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. മകരസംക്രാന്തി കെ ബാദ് മകരസംക്രാന്തിക്ക് ശേഷം സൂര്യൻ പഞ്ചാജൂലി കെ ശിഖരോം സെ പഞ്ചാജൂലിയുടെ കൊടുമുടിയിൽ നിന്ന് ചൗഗംബ പർവ്വത കി തരഫ് ചൗഗംബ പർവ്വതത്തിന് നേരെ ഖിസക്കിന തെന്നി നീങ്ങാൻ ശുരു കർ ദേത്താ ഹേ തെന്നി നീങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. ദാദി കഹത്തി ദി മുത്തശ്ശി പറയുമായിരുന്നു, ജേട്ട് എന്ന് പറഞ്ഞാൽ ജ്യേഷ്ഠമാസം എന്ന് പറഞ്ഞാൽ മിഥുനമാസം. അപ്പോൾ മിഥുനമാസം വരെ സൂര്യൻ ഹർ സുബഹ് ഓരോ പ്രഭാതത്തിലും ബാലിഷ്ത് ബർ ഛലാങ് മാർത്താ ഹേ ഒരു ചാൺ വേഗത്തിൽ കുതിച്ചു ചാടുന്നു എന്നാണ് പറയുന്നത്. പഞ്ചാജൂലി സേ ചൗഗംബ തക് പഹുഞ്ചനെ മേ പഞ്ചാജൂലിയിൽ നിന്ന് ചൗഗംബ വരെ പഹുഞ്ചനെ എത്തിച്ചേരാൻ സൂര്യന് പൂരെ 4 മഹീനെ കാ സമയം ലഗ് ജാതാ ഹേ 4 മാസം വരെ സമയം എടുക്കും. പഞ്ചാജൂലിക്ക് 5 ബർഫീനി ചോട്ടിയാ പഞ്ചാജൂലിയുടെ 5 മഞ്ഞു മൂടിയ കൊടുമുടിയും അതുപോലെ ചൗഗംബാക്കെ 4 ശിഖരോം കെ ചൗഗംബയിലെ 4 കൊടുമുടികളുടെയും ഐൻ ബീച്ച് മേ ഒത്ത നടുവിലായിട്ടാണ് ജോ പഹാഡ് നസർ ആ രഹാ ഹെ ഏതൊരു പർവ്വതമാണോ നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് വോ നന്ദാ പർവ്വത ഹെ അത് നന്ദാ പർവ്വതമാണ്. സൂരജ് പഞ്ചാജൂലി സേ ഖിസക്ക് സൂര്യൻ പഞ്ചാജൂലിയിൽ നിന്ന് തെന്നി നീങ്ങിയിട്ട് ജബ് നന്ദാ പർവ്വത പഹുഞ്ചതാ ഹെ എപ്പോഴാണോ നന്ദാ പർവ്വതം വരെ എത്തിച്ചേരുന്നത് തോ പഹാഡോമേ അപ്പോൾ ആ സമയത്ത് നന്ദാ പർവ്വതത്തിലെ ഫ്യോംലി കെ പീലെ ഫൂൽ ഫ്യോംലി എന്ന് പറയുന്ന പീലെ ഫൂൽ മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ ഖിൽനെ ലഗ്തേ ഹേ വിരിയാൻ തുടങ്ങിയിട്ടുണ്ടാവും. പഹാഡി ഠലാനോ പർ പർവ്വതത്തിൻ്റെ താഴ്വരയിൽ എന്ന് പറഞ്ഞാൽ മലഞ്ചെരിവിൽ ഗൂബ് സുരത്തി സെ വളരെ മനോഹാരിതയോടുകൂടി കട്ടേ എന്ന് പറഞ്ഞാൽ മുറിച്ചെടുത്ത സീട്ടി നുമ പടവുകൾ കണക്കെ ഖേത്തോം പർ വയലുകളിൽ ഗേഹൂ കി ഹരിയാലി ഗോതമ്പിൻ്റെ പച്ചപ്പ് ബീച്ച് ഇടയിൽ സരസോം കി പിലായി കടുകിൻ്റെ മഞ്ഞപ്പൂക്കൾ പസർ ജാത്തി ഹേ എന്ന് പറഞ്ഞാൽ പടർന്നിട്ടുണ്ടാവും. ഇപ്പം എന്താണ് പറയുന്നത്? സൂര്യൻ പഞ്ചാജൂലിയിൽ നിന്ന് തെന്നി നീങ്ങി നന്ദാ പർവ്വതം വരെ എത്തുമ്പോൾ പർവ്വതങ്ങളിൽ ഫ്യൂംലി എന്ന് പറയുന്ന മഞ്ഞപ്പൂക്കൾ വിടരാൻ തുടങ്ങുന്നു. മലഞ്ചെരുവുകളിൽ മനോഹരമായി ഒരുക്കിയിട്ടുള്ള തട്ടുതട്ടുകളായുള്ള വയലുകളിൽ ഗോതമ്പിൻ്റെ പച്ച നിറത്തിനിടക്ക് കടുക് ചെടികളുടെ മഞ്ഞ നിറവും ആകം വ്യാപിച്ചിട്ടുണ്ടാവും. ബസന്ത് ഫൂൽദേയി കാ ത്യോഹാർ ലേക്കർ ആത്താ ഹേ വസന്തം ഫൂൽദേയി എന്ന് പറഞ്ഞാൽ പുഷ്പദേവത, ത്യോഹാർ ആഘോഷം, വസന്തം പുഷ്പദേവതയുടെ ഉത്സവം കൊണ്ടുവരുന്നു. ദേർ ഷാം തക് സന്ധ്യ കഴിയുന്നത് വരെ ബച്ചേ ഫൂൽ ചുൻത്തെ ഹേ കുട്ടികൾ
പൂക്കൾ പെറുക്കുന്നു അല്ലെങ്കിൽ ശേഖരിക്കുന്നു. ഇൻ ഫൂലോം കോ, ഈ പൂക്കളെ റിങ്കാൾ, റിങ്കാൾ എന്ന് പറഞ്ഞാൽ ഭാസ് കി ഏക് പ്രജാതി, ചൂരൽ കൊട്ടയാണ് പറയുന്നത്. അത് എങ്ങനെയാണ്? റിങ്കാൾ സെ ബനി ഘാസ് തരകി, ഘാസ് തര എന്ന് പറഞ്ഞാൽ പ്രത്യേക തരം ടോക്രിയോ എന്ന് പറഞ്ഞാൽ കൊട്ട. അപ്പോൾ എന്താ പറയുന്നത്? ഈ പൂക്കൾ ചൂരൽ കൊണ്ടുണ്ടാക്കിയ ആ പ്രത്യേക തരം കൊട്ടയ്ക്ക് പറയുന്ന പേരാണ് റിങ്കാൾ അല്ലേ. അപ്പോൾ അതിൽ വെക്കുന്നു. टोकरियों को रात भर पानी से भरी घाघरों के ऊपर रखा जाता है. അപ്പോൾ ഈ പൂക്കൾ നിറച്ച ആ ചൂരലിൻ്റെ കൊട്ടയിൽ കൊട്ട എന്ത് ചെയ്യുന്നുണ്ട്? രാത്ത് ഭർ, രാത്രി മുഴുവനും, പാനി സേ ഭരി, വെള്ളം നിറച്ച, ഗാഗ്രോം കെ ഊപ്പർ, മൺകുടത്തിൻ്റെ മുകളിലാണ് വെക്കുന്നത്. താക്കി, എന്തുകൊണ്ടെന്നാൽ വേ സുബഹ തക്ക്, ആ പൂക്കൾ രാവിലെ വരെ മുർജാന്ന പായേം, വാടാതിരിക്കാൻ വേണ്ടി. സുബഹ പൗ ഫട്തേഹി, രാവിലെ, സുബഹ എന്ന് പറഞ്ഞാൽ രാവിലെ. പൗ ഫട്ന, ഇവിടെ ഒരു മാർക്കിന് ചോദ്യം ചോദിക്കാവുന്നതാണ്. പൗ ഫട്നെ കാ മത്ലബ് ക്യാ ഹേ? പൗ ഫട്ന എന്ന് പറഞ്ഞാൽ സുബഹ് ഹോന അല്ലെങ്കിൽ പ്രഭാത് ഹോന. അപ്പോൾ പ്രഭാതം പൊട്ടിവിടരാൻ തുടങ്ങുമ്പോൾ തന്നെ ബച്ചോം കി ടോലിയാം, കുട്ടികളുടെ ആ സംഘം ഗാവ് ബർമേ ഗോംതി ഹേ, അപ്പോൾ ഗ്രാമം മുഴുവൻ ചുറ്റിക്കറങ്ങുന്നു. ഓരോ സംഘമായിട്ട് പല ഭാഗങ്ങളിലേക്കും പോകുന്നു കുട്ടികൾ. അപ്പോൾ പിച്ചലി ഷാം ചുനേ ഗയെ, കഴിഞ്ഞ ദിവസം ശേഖരിച്ച പൂക്കൾ കൊണ്ട് ഗരോം കി ദോഹരിയോമേ, ദഹരി എന്ന് പറഞ്ഞാൽ വാതിൽപ്പടി, ഓരോ വീടുകളിലും ചെന്നിട്ട് അവരുടെ വാതിൽപ്പടിയിൽ സജായേ ജാത്തേ ഹേ, ആ പൂക്കളെ കൊണ്ട് അലങ്കരിക്കുന്നു. पिछले शाम चुने गए फूल घरों की देहरियों पर सजाए जाते हैं. കഴിഞ്ഞ ദിവസം ശേഖരിച്ച പൂക്കൾ ഘരോം കി ദേഹരിയോം പർ, ദേഹരിയ എന്ന് പറഞ്ഞാൽ വാതിൽപ്പടി, വീടുകളുടെ ഓരോ വീടുകളുടെയും വാതിൽപ്പടിയിൽ അലങ്കരിക്കുന്നു. ജിൻകെ ഘരോമേ ഫൂൽ സജായെ ജാത്തെ ഹേ, ആരുടെ വീടുകളിലാണോ ഈ പൂക്കളെ കൊണ്ട് അലങ്കരിക്കുന്നത്, വേ അവർ, ബച്ചോങ്കോ കുട്ടികൾക്ക്, ചാവൽ അരി, ഗുഡ് ശർക്കര, ദാൽ പരിപ്പ്, ആദി ദേത്തെ ഹേ തുടങ്ങിയവയൊക്കെ കൊടുക്കുന്നു. അപ്പോൾ കുട്ടികൾ ഓരോ സംഘമായിട്ട് ഓരോ വീടുകളിൽ പോയിട്ട് പൂക്കളെ കൊണ്ട് അലങ്കരിക്കുന്നു, വാതിൽപ്പടിയിൽ അലങ്കരിക്കുന്നു. ആ വീടുകളിൽ നിന്ന് കുട്ടികൾക്ക് ദക്ഷിണയായിട്ട് എന്ത് ചെയ്യും? അരിയോ ശർക്കരയോ പരിപ്പോ ഒക്കെ നൽകുന്നു. ദക്ഷിണാമേ മിലി ഏ സാമഗ്രി, ദക്ഷിണയായിട്ട് കിട്ടിയ ഈ സാധനങ്ങളൊക്കെ പൂരേ 21 ദിൻ തക്ക്, 21 ദിവസം വരെ ഇക്കട്ട കി ജാതി ഹെ, ശേഖരിച്ച് വെക്കുന്നു. ഫൂൽദേയിക്ക് വിധായിക്ക് സാത്ത്, വിധായി പറഞ്ഞാൽ വിട പറയുക. അപ്പോൾ ഫൂൽദേയുടെ വിട പറയലിനോടൊപ്പം ബസന്ത് കാ എ ഉത്സവ്, വസന്തത്തിലെ ഈ ഉത്സവം സമാപ്ത് ഹോ ജാത്ത ഹെ, അവസാനിക്കുന്നു. അന്തിം ദിൻ, അവസാനത്തെ ദിവസം, ഇക്കട്ടി കി ഗയി, ആ ശേഖരിച്ച് വെച്ച സാമഗ്രി സാധനങ്ങളെ കൊണ്ട് സാമൂഹിക് ഭോജ് ബനായ ജാത്ത ഹെ, ഒരു സാമൂഹിക സദ്യ ഉണ്ടാക്കുന്നു. ഇസ് ആയോജൻമേ, ഈ പ്രോഗ്രാമിലെ ബഡോം കി ഭൂമിക, വലിയവരുടെ പങ്ക്, കേവൽ സലാഹ് ദേനെ തക് സീമിത് ഹോത്തി ഹെ, വലിയവരുടെ പങ്ക് കേവലം ഉപദേശം മാത്രമേ ഉള്ളൂ കൊടുക്കുക. ബാക്കി സാരേ കാം, ബാക്കി മുഴുവൻ ജോലിയും ബച്ചേ കർത്തെ ഹെ, കുട്ടികളാണ് ചെയ്യുന്നത്. ഉത്തരാഖണ്ഡ് കെ ഹിമാലയ ആഞ്ചൽ മേ, ഉത്തരാഖണ്ഡിലെ ഹിമാലയ പ്രദേശങ്ങളിൽ ഫൂൽദേയി സേ ബഡാ ബച്ചോം കാ കൊയ് ദൂസറാ ത്യോഹാർ നഹി ഹെ, ഫൂൽദേയിയെ കൂടാതെ കുട്ടികളുടെ ആഘോഷം വേറെ ഇല്ല. അപ്പോൾ എന്താ പറയുന്നത്? ഉത്തരാഖണ്ഡിലെ ഹിമാലയ പ്രദേശങ്ങളിൽ ഫൂൽദേയി സേ ബഡ, പുഷ്പദേവതയുടെ ഈ ആഘോഷത്തേക്കാൾ വലുതായിട്ട് ബച്ചോം കാ കൊയ് ദൂസറാ ത്യോഹാർ നഹി ഹെ, കുട്ടികളുടെ വേറെ ഒരു ആഘോഷം ഇല്ല. ഉധർ ബच्चे फूलदेई के जश्न में शामिल होते हैं और इधर बड़े ढोल ढमाऊ की थाप पर ചൈത്തി ഗീത് ഗാത്തെ ഹെ, അവിടെ കുട്ടികൾ പുഷ്പദേവതയുടെ ഉത്സവത്തിൽ പങ്കെടുക്കുമ്പോൾ ഇവിടെ മുതിർന്നവർ ചെണ്ടവാദ്യങ്ങളുടെ ശബ്ദത്തിൻ്റെ അകമ്പടിയോടെ ചൈത്തി ഗീത് ആലപിക്കുന്നു.
ഢോൾ ഢമാവു എന്ന് പറഞ്ഞാൽ ചെണ്ടവാദ്യോപകരണം. താപ്പ് എന്ന് പറഞ്ഞാൽ ശബ്ദം. ചൈത്തി ഗീത് എന്ന് പറഞ്ഞാൽ നാടൻ പാട്ട്. ഇൻ ഗീതോമേ ഈ പാട്ടുകളിൽ പാണ്ഡവോം കി ഹിമാലയ യാത്രാക്കി കിസ്സെ ഹോത്തെ ഹേ ഈ പാട്ടുകളിൽ പാണ്ഡവരുടെ ഹിമാലയ യാത്രയുടെ കഥകൾ ഉണ്ട്. और पहाड़ के वीरों की ശൗര്യഗാഥായും भी ഷാമിൽ ഹോത്തി ഹേ അതോടൊപ്പം പർവ്വതത്തിലെ വീരന്മാരുടെ ശൗര്യഗാഥകളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. परंपरागत रूप से चैती गीत गाने वाले औजी जब गांव में धमकते हैं तो वहाँ भीड़ जम जाती है. जम जाना എന്ന് പറഞ്ഞാൽ കൂടിച്ചേരുക. ഇവിടെ ചൈത്തി ഗീത് പരമ്പരാഗതമായിട്ട് എന്ന് പറഞ്ഞാൽ പിന്നെ നാടൻ പാട്ടുകൾ പാടുന്നവരെ ഔജി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ഔജികൾ ഗ്രാമത്തിൽ ഇറങ്ങുമ്പോൾ പാട്ട് പാടാനായിട്ട് ഇറങ്ങുമ്പോൾ അവിടെ ആളുകൾ കൂട്ടം കൂടുന്നു എന്നാണ് പറയുന്നത്. വസന്ത് മേ സംഗീത് കെ സുർ ഘുൽ ജാത്തെ ഹെ ഘുൽന എന്ന് പറഞ്ഞാൽ അലിയുക. അപ്പോൾ വസന്തം സംഗീതത്തിൻ്റെ സ്വരത്തിൽ അലിയുന്നു. बसंत की गुनगुनी धूप जब दोपहरी में तपने लगती है तब ऊंचे हिमालय शिखरों पर बुरास झटकने लगता है. ബസന്ത് എന്ന് പറഞ്ഞാൽ വസന്തം. വസന്തത്തിലെ ഗുൻഗുനി എന്ന് പറഞ്ഞാൽ മങ്ങിയ, ധൂപ് വെയില്, ദോപഹരി എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക്, തപാന ജ്വലിക്കുക. വസന്തത്തിൻ്റെ മൂളിപ്പാട്ട് പാടി വരുന്ന വെയില് ഉച്ചയാകുമ്പോൾ ജ്വലിക്കാൻ തുടങ്ങുന്നു. തബ് ഊഞ്ചേ ഹിമാലയ ശിഖരോം പർ അപ്പോൾ ഉയർന്ന പർവ്വത പ്രദേശങ്ങളിൽ ബുറാസ് എന്ന് പറഞ്ഞാൽ ബുറാസ് എന്ന് പറഞ്ഞൊരു പൂവിൻ്റെ പേരാണ്. ബുറാസ് എന്ന് പറഞ്ഞ പൂക്കൾ ചടക്കിനെ ലഗ്തേ പൊട്ടി വിരിയാൻ തുടങ്ങുന്നു ആ വെയിലത്ത് കേട്ടോ. ബുറാസ് കെ ഫൂൽ പഹാഡോം പർ ഷാൻദാർ ലാലിമ ബിഛാ ദേത്തെ ഹെ. അപ്പോൾ ബുറാസ് എന്ന് പറഞ്ഞാൽ ചുവന്ന പൂക്കൾ പർവ്വതത്തിൻ്റെ ഷാൻദാർ എന്ന് പറഞ്ഞാൽ ഭംഗി, ലാലിമ എന്ന് പറഞ്ഞാൽ ചുവപ്പ്, ബിഛാന വിരിക്കുക. അപ്പോൾ വസന്തത്തിൻ്റെ ആ ഉച്ചവെയിലിൽ ഹിമാലയത്തിൻ്റെ കൊടുമുടികളിൽ ബുറാസ് എന്ന് പറഞ്ഞ പൂക്കൾ പൊട്ടി വിരിയാൻ തുടങ്ങുന്നു. ആ ബുറാസ് പൂക്കൾ പർവ്വതങ്ങളിൽ വളരെയധികം ഭംഗി ചുവപ്പ് വിരിക്കുന്നു എന്നാണ് പറയുന്നത്. മകര സംക്രാന്തി സേ തപതാ സൂരജ് അബ് നന്ദാ പർവ്വത് സേ ചൗഗംബ പർവ്വത് കി ഓർ ബട്ട്ന ലഗ്താ ഹേ. മകര സംക്രാന്തി മുതൽ തപ്താ സൂരജ് ജ്വലിക്കുന്ന സൂര്യൻ അബ് നന്ദാ പർവ്വത് സേ ഇപ്പോൾ നന്ദാ പർവ്വതത്തിൽ നിന്ന് ചൗഗംബ പർവ്വത് കി ഓർ ബട്ട്ന ലഗ്താ ഹേ ചൗഗംബ പർവ്വതത്തിന് നേരെ പോവാൻ തുടങ്ങുന്നു. ഗംഗാ മേ പാനി കി ധാര തേസ് ഹോ ജാതി ഹെ. ഗംഗാ നദിയിൽ വെള്ളത്തിൻ്റെ ഒഴുക്ക് വർദ്ധിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ടണ്ട് കെ മോസം മേ തണുത്ത കാലാവസ്ഥയിൽ ബർഫീലി ഇലാക്കോം സെ മഞ്ഞു മൂടിയ പ്രദേശത്ത് നിന്ന് നിച്ചലെ ഇലാക്കോമേ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് ഉത്തരെ ഇറങ്ങിയ പശുചാരക് കാലി വളർത്തൽക്കാർ വാപ്പസ് ഗരോം കോ ലൗട്ട്നെ ലഗ്തേ ഹെ തിരിച്ച് തൻ്റെ വീടുകളിലേക്ക് മടങ്ങാൻ തുടങ്ങുന്നു. महीनों तक फैले चरागाहों, घने जंगलों और अनजान बस्तियों में भटकने के बाद अपने घर लौटने की खुशी उत्सव का माहौल रच देती है. മഹീനോ തക് മാസങ്ങൾ വരെ ഫൈലെ വ്യാപിച്ച, ചരാഗാഹ് എന്ന് പറഞ്ഞാൽ മേച്ചിൽപ്പുറങ്ങൾ, ഘനേ ജംഗൽ ഇടതിങ്ങിയ കാടുകൾ, അൻജാൻ ബസ്തിയാം അപരിചിതമായ കോളനികളിൽ, ഭടക്ന അലഞ്ഞു തിരിയുക, ലൗട്ട്ന മടങ്ങുക. അപ്പം എന്താണ് പറയുന്നത്? മാസങ്ങളോളം വിശാലമായ മേച്ചിൽപ്പുറങ്ങളിലൂടെയും ഇടതൂർന്ന കാടുകളിലൂടെയും അപരിചിതമായ പാർപ്പിട കേന്ദ്രങ്ങളിലൂടെയും അലഞ്ഞു നടന്നതിന് ശേഷം സ്വന്തം വീട്ടിൽ തിരിച്ചെത്തുന്ന സന്തോഷം. ഉത്സവ് കാ മാഹോൽ ഉത്സവത്തിൻ്റെ
അന്തരീക്ഷം, ഉത്സവത്തിൻ്റെ പ്രതീതി സൃഷ്ടിക്കുന്നു. വേ ഗീത് ഗാത്തെ ഹെ, അവർ പാട്ട് പാടുന്നു. നാച്തേ ഹെ, നൃത്തമാടുന്നു അല്ലെ ഡാൻസ് ചെയ്യുന്നു. പശുചാരകോ കെ സാത്ത് ഉൻകി ബേഡ് ബക്കരിയാം, അപ്പോൾ കാലി വളർത്തലുകാരോടൊപ്പം അവരുടെ ചെമ്മരി ആടുകളും. അതുപോലെ ഘോഡെ ഗച്ചർ, കുതിര, കോവർ കഴുത, ഔർ കുത്തേബി, നായകളും ഉണ്ട്. രാസ്തേ മേ, വഴിയിലെ, ആനെ വാലെ ഗാവോം സേ, ഗാവ് എന്ന് പറഞ്ഞാൽ ഗ്രാമം, ഉൻകാ ലേൻ ദേൻ, ലേൻ ദേൻ എന്ന് പറഞ്ഞാൽ കൊടുക്കൽ വാങ്ങൽ കൂടി നടക്കുന്നുണ്ട്. അപ്പോൾ വഴിയിലുള്ള ഗ്രാമങ്ങളിൽ അവരുടെ കൊടുക്കൽ വാങ്ങലുകളും നടക്കുന്നുണ്ട്. ഇവിടെ എന്താണ് പറയുന്നത്? അപ്പോൾ തണുത്ത കാലാവസ്ഥയിൽ മഞ്ഞു മൂടിയ പ്രദേശത്ത് നിന്ന് അവരുടെ മൃഗങ്ങളെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവർ എന്ത് ചെയ്യും? താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് ഇറങ്ങും. അപ്പോൾ അവർ ഒരുപാട് മാസങ്ങളോളം ഇവർ അലഞ്ഞ് തിരിഞ്ഞ് നടന്നതിന് ശേഷം തിരിച്ച് കാലാവസ്ഥയൊക്കെ മാറിയതിന് ശേഷം തൻ്റെ വീടുകളിലേക്ക് എത്തുമ്പോൾ അവിടെയുള്ള തൻ്റെ കുടുംബത്തിലുള്ള ആളുകളൊക്കെ ഒരു ഉത്സവത്തിൻ്റെ, ആ ഗ്രാമത്തിലെ മൊത്തം ആളുകളും പോയിട്ടുണ്ടാവും അല്ലേ, അവരുടെ മൃഗങ്ങളായിട്ടാണ് അവരെ സംരക്ഷിക്കാൻ വേണ്ടി താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ കാലാവസ്ഥയൊക്കെ മാറിയതിന് ശേഷം അവർ തിരിച്ചെത്തുമ്പോൾ ഒരു ഉത്സവത്തിൻ്റെ പ്രതീതിയാണ് ഉണ്ടാവുക. അപ്പോൾ അവിടെ പാട്ടും ഡാൻസും ഒക്കെ അവർ നടത്തുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ തൻ്റെ മൃഗങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഓരോ വീടുകളിൽ നിന്നും അവരുടെ ഗൃഹനാഥന്മാർ മൃഗങ്ങളെയും കൊണ്ട് താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് പോയിട്ടുണ്ടാവും. അപ്പോൾ കാലാവസ്ഥയൊക്കെ മാറിയതിന് ശേഷം അവർ തിരിച്ച് വീട്ടിൽ വരുമ്പോൾ തൻ്റെ വീട്ടിലുള്ള എല്ലാവരും, ആ ഗ്രാമത്തിലെ എല്ലാവരും കൂടി ചേർന്ന് ഒരു ഉത്സവത്തിൻ്റെ പ്രതീതിയായിട്ടുണ്ടാവും എന്ന് പറഞ്ഞു അല്ലേ. പിന്നെ അതുപോലെ ഇവർ വഴിയിൽ പോകുന്ന സമയത്ത് തൻ്റെ നാട്ടിലുള്ള സാധനങ്ങളൊക്കെ വിൽക്കാൻ വേണ്ടി കൊണ്ടുപോകും. അതുപോലെ ആ പോകുന്ന സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് തിരിച്ചും കൊണ്ടുവരും. അപ്പോൾ പറയുന്നത് രാസ്തേ മേ ആനെ വാലെ ഖാവോം സേ ഉൻകാ ലേൻ ദേൻ ബി ഹോത്താ രഹത്താ ഹേ, വഴിയിലുള്ള ഗ്രാമങ്ങളിൽ അവരുടെ കൊടുക്കൽ വാങ്ങലുകളും നടക്കുന്നുണ്ട്. വേ ജാൻവരോ കെ സാത്ത് സാത്ത്, മൃഗങ്ങളോടൊപ്പം कीड़ा जड़ी करण और चुरू जैसी दुर्लभ हिमालयी जड़ी व औषधियाँ भी बेचते हैं. അവർ മൃഗങ്ങളോടൊപ്പം കീടാജടി, കരൺ, ചുരു തുടങ്ങിയ ഹിമാലയത്തിലെ ദുർലഭമായ വേരുകളും മരുന്നുകളൊക്കെ വിൽക്കുന്നു. ഇൻ ഗാവോം സേ ഇൻകാ സദിയോം കാ റിശ്ത ഹെ, ഈ ഗ്രാമങ്ങളോട് ഇവർക്ക് നൂറ്റാണ്ടുകളായിട്ടുള്ള ബന്ധമുണ്ട്. റിശ്ത എന്ന് പറഞ്ഞാൽ ബന്ധം. ഇസ്ലിയെ ഉസി വക്ത് പൂരി കീമത്ത് ചുക്കാന ജരൂരി നഹി ഹോത്ത, അപ്പോൾ ഈ ഗ്രാമങ്ങളുമായിട്ട് ഇവർക്ക് നൂറ്റാണ്ടുകളായിട്ടുള്ള ബന്ധമുണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ട് അപ്പോൾ തന്നെ മുഴുവൻ തുകയും കൊടുക്കേണ്ട ആവശ്യം ഇല്ല. बर्फीली मौसम में निचले इलाकों की ओर जाते वक्त पुरानी वसूली की जाती है. മഞ്ഞുകാലത്ത് താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ പഴയ കടം വീട്ടുന്നു. രൊക്കം പണത്തിൻ്റെയോ കടത്തിൻ്റെയോ കണക്കുകളൊന്നും ഇവർ സൂക്ഷിക്കാറില്ല. മസേ കി ബാത് ഹേ കി, രസകരമായൊരു കാര്യം ഇതാണ്. നഖത് ഉധാർ കെ ആംഗഡെ കഹി ദർജെ നെഹി ഹോത്തെ. നഖത് ഉധാർ എന്ന് പറഞ്ഞാൽ രൊക്കം പണം, മുഴുവൻ ക്യാഷ്. ആംഗഡെ പറഞ്ഞാൽ അംഗസംഖ്യ, ദർജ എന്ന് പറഞ്ഞാൽ കണക്ക്. അപ്പോൾ ഇവർ പോകുന്ന വഴിയിലൊക്കെ അവിടെയുള്ള ഔഷധ സസ്യങ്ങളൊക്കെ മരുന്നുകളൊക്കെ കൊണ്ടുപോയി അവർക്ക് കൊടുക്കും. അവിടെയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങോട്ടും കൊണ്ടുവരും. അപ്പോൾ ഇവർ പോകുന്ന സമയത്ത് ഈ വർഷം അവിടെയുള്ള ആളുകൾക്ക് അത് കൊടുക്കുന്ന സമയത്ത് അവർ ചിലപ്പോൾ മുഴുവൻ പൈസ കൊടുക്കാനില്ലെങ്കിലും അടുത്ത തവണ വരുമ്പോഴായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ അതുവരെ അവർ കണക്കുകളൊന്നും സൂക്ഷിക്കുന്നില്ല. കാരണം എന്താ? ആപ്പസി വിശ്വാസ് കെ ധം പർ, ഒരു പരസ്പര വിശ്വാസത്തിൻ്റെ ബലത്തിൽ വർഷവും സേ, വർഷങ്ങളായിട്ട് യഹ് ലേൻ ദേൻ ചൽ രഹാ ഹെ, ഈ കൊടുക്കൽ വാങ്ങൽ സമ്പ്രദായം നടക്കുന്നു. അപ്പോൾ രസകരമായ കാര്യം ഇതാണ്. എന്താണ്? പരസ്പര വിശ്വാസത്തിൻ്റെ ബലത്തിൽ വർഷങ്ങളായി ഈ കൊടുക്കൽ വാങ്ങൽ നടന്നു വരുന്നു.
പക്ഷേ പണത്തിൻ്റെയോ കടത്തിൻ്റെയോ കണക്കൊന്നും ഇവർ സൂക്ഷിക്കാറില്ല എന്നതാണ് പറയുന്നത്. പശുചാരകോं के जत्थे जब गुजर जाते हैं, जत्थे എന്ന് പറഞ്ഞാൽ കൂട്ടം, കന്നുകാലി വളർത്തലുകാരുടെ കൂട്ടം. ജബ് ഗുസർ ജാത്തെ ഹെ, എപ്പോഴാണോ കടന്നു പോകുന്നത്, തബ് ഗാവ് കി ജഡ്മേ, അപ്പോൾ ഗ്രാമത്തോട് ചേർന്നിട്ട്, ബഹത്തി ഒഴുകുന്ന, ഗംഗാസേ സട്കർ, ഗംഗാ നദിയോട് ചേർന്ന്, സർപ്പീലി സടക് പർ, ആ സർപ്പാകൃതിയുള്ള റോഡിൽ, ഹൽച്ചൽ ബഡ് ജാത്തി ഹെ, കോലാഹലം വർദ്ധിക്കുന്നു. അപ്പോൾ കന്നുകാലി വളർത്തലുകാരുടെ കൂട്ടം കടന്നു പോയി കഴിഞ്ഞാൽ ഗ്രാമത്തിൻ്റെ മലയടിവാരത്തു കൂടി ഒഴുകുന്ന ഗംഗയോട് ചേർന്ന് ഉണ്ടാക്കിയിട്ടുള്ള സർപ്പാകൃതിയിലുള്ള വഴിയിൽ കോലാഹലം വർദ്ധിക്കുന്നു. ബദ്രീനാഥ്, കേദാർനാഥ്, ഗംഗോത്രി और യമുനോത്രി की ओर आने वाले പൈതൽ യാത്രി, ഇതൊക്കെ തീർത്ഥാടന സ്ഥലമാണ് കേട്ടോ. ബദ്രീനാഥ്, കേദാർനാഥ്, ഗംഗോത്രി, പിന്നെ യമുനോത്രി. അപ്പോൾ അവിടേക്ക് വരുന്ന പൈതൽ യാത്രി, കാൽനട യാത്രക്കാർ, ധാമോ കി കപാട്, ധാമോ എന്ന് പറഞ്ഞാൽ തീർത്ഥ സ്ഥലം, കപാട് എന്ന് പറഞ്ഞാൽ വാതിൽ, ഖുൽനേസേ തുറക്കുന്നതിൻ്റെ, കാഫി പെഹലെ മുൻപ് തന്നെ, ആനെ ലഗ് ജാത്തെ വരാൻ തുടങ്ങുന്നു. എന്താ പറയുന്നത്? ബദ്രീനാഥ്, കേദാർനാഥ്, ഗംഗോത്രി, യമുനോത്രി എന്നിവിടങ്ങളിലേക്ക് നടന്നു വരുന്ന യാത്രക്കാർ തീർത്ഥാടന സ്ഥലങ്ങളുടെ വാതിലുകൾ തുറക്കുന്നതിന് വളരെ മുമ്പ് തന്നെ വരാൻ തുടങ്ങുന്നു. സുദൂർ, വളരെ ദൂരം, ദക്ഷിൺ സേ ആനെ വാലെ മഹാത്മാ കൈ ബാർ ഹമാരെ ഗാവ് തക് ആ ജാത്തെ ഹേ, വളരെ ദൂരെ തെക്കു നിന്ന് വരുന്ന മഹാത്മാക്കൾ പല പ്രാവശ്യം നമ്മുടെ ഗ്രാമത്തിലേക്ക് വരുന്നു. ഉൻകെ ഹാത്ത് മേ, അവരുടെ കൈകളിൽ, ഏക് താര ഹോത്താ ഹെ, ഏക് താര എന്ന് പറഞ്ഞാൽ ഒറ്റക്കമ്പി വാദ്യം, ഔർ ഉസ്കെ സംഗീത് പർ, അവരുടെ സംഗീതത്തിൽ, വേ ഭജൻ ഗാത്തെ ഹെ, ഭജനം വായിക്കുന്നു, ഭജന പാടുന്നു. എന്താ പറയുന്നത്? അവരുടെ കയ്യിൽ വളരെ ദൂരെ തെക്ക് നിന്ന് വരുന്ന മഹാത്മാക്കൾ പല പ്രാവശ്യം നമ്മുടെ ഗ്രാമത്തിലേക്ക് വരുന്നു. അവരുടെ കയ്യിൽ ഒറ്റക്കമ്പി വാദ്യം എന്ന് പറഞ്ഞാൽ ഏക് താര എന്ന് പറഞ്ഞാൽ ഒരു വാദ്യോപകരണമാണ് കേട്ടോ. ആ വാദ്യോപകരണത്തിൽ അവർ നല്ല താളത്തിൽ ഭജന പാടുന്നു, ഈശ്വരനെ സ്തുതിച്ചു കൊണ്ടുള്ള പാട്ട് പാടുന്നു. बद्रीनाथ और केदारनाथ के मुख्य पूजारी आज भी दक्षिण भारत से नियुक्त होता है. നിയുക്ത് എന്ന് പറഞ്ഞാൽ നിയമിക്കുക. അപ്പോൾ ബദരീനാഥിലെയും കേദാർനാഥിലെയും പ്രധാന പൂജാരിമാർ ഇന്നും ദക്ഷിണേന്ത്യയിൽ നിന്നാണ് നിയമിക്കപ്പെടുന്നത്. सूरज जब चौगंबा पर्वत के ठीक पीछे से उदय होने लगता है तब जेठ शुरू हो जाता है. സൂര്യൻ ചൗഗംബ പർവ്വതത്തിൻ്റെ കൃത്യം പിന്നിൽ ഉദിക്കാൻ തുടങ്ങുമ്പോൾ ജ്യേഷ്ഠമാസം എന്ന് പറഞ്ഞാൽ മിഥുനമാസം തുടങ്ങുന്നു. പഹാഡ് കി സടക്കെ, പർവ്വതത്തിലെ റോഡുകൾ, ഘാഡിയോം സേ ഭർ ജാത്തി ഹെ, വണ്ടികളെ കൊണ്ട് നിറയുന്നു. അപ്നെ ഘർ കി ഛത്ത് സേ, തൻ്റെ വീടിൻ്റെ മട്ടുപ്പാവിൽ നിന്ന്, ജബ് മേ, എപ്പോഴാണോ ഞാൻ, ബദ്രീനാഥ് യാത്രാ മാർഗ് കി ഭീഡ് ദേഖ്താ ഹൂം, ബദ്രീനാഥ് യാത്രാ മാർഗത്തിലെ തിരക്ക് കാണുന്നത്, തോ ഭൂൽ ജാത്താ ഹൂം, ആ സമയത്ത് ഞാൻ മറന്നു പോകുന്നു, കി മഹജ് കേവലം 2 മഹീനെ പെഹലെ, 2 മാസം മുമ്പ്, യേ ഘാട്ടി, ഈ താഴ്വര, ഏക്ദം ശാന്തതി, ഒരുവിധം ശാന്തമായിരുന്നു എന്ന്. എൻ്റെ വീടിൻ്റെ മട്ടുപ്പാവിൽ നിന്ന് ബദരീനാഥ് യാത്രാ വഴികളിലെ തിരക്ക് കാണുമ്പോൾ കേവലം 2 മാസം മുമ്പ് ഈ താഴ്വര തീർത്തും ശാന്തമായിരുന്നു എന്ന കാര്യം ഞാൻ മറക്കാറുണ്ട്. സദിയോം സേ യഹ് ഋതുചക്ര യൂം ഹി ചൽത്താ ആ രഹാ ഹേ, നൂറ്റാണ്ടുകളായി ഈ ഋതുചക്രം ഇങ്ങനെ തന്നെ നടന്നു വരുന്നു. ഹിമാലയ അപ്നി ജഗഹ് മൗജൂദ് ഹേ, ഹിമാലയം തൻ്റെ സ്ഥലത്ത് അതുപോലെ തന്നെ ഉണ്ട്. സൂരജ് മുസ്തൈദി സേ അപ്നി യാത്ര കർ രഹാ ഹേ, സൂര്യൻ നല്ല വേഗത്തിൽ തൻ്റെ യാത്ര
നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പഞ്ചാജൂലി കി 5 ചോട്ടിയോം കി ഓർ സെ, പഞ്ചാജൂലിയിലെ 5 കൊടുമുടിയിലേക്ക് ജബ് സൂരജ് പ്രകട് ഹോത്താ ഹെ, സൂര്യൻ എപ്പോഴാണ് എത്തുന്നത്, തബ് മേരെ ഗാവ് മേ, ആ സമയത്ത് എൻ്റെ ഗ്രാമത്തിൽ, ഹാഡ്കംബ എന്ന് പറഞ്ഞാൽ അസ്ഥികളെ വിറപ്പിക്കുന്ന രീതിയിൽ ഠണ്ട് പടുത്തി ഹെ, അസ്ഥികളെ വിറപ്പിക്കുന്ന തണുപ്പാണ് എൻ്റെ ഗ്രാമത്തിൽ. സൂരജ് ജബ് ചൗഗംബ കെ ശിഖരോം സെ ഉഗത്താ ഹെ, സൂര്യൻ ചൗഗംബയുടെ കൊടുമുടിയിൽ നിന്ന് ഉദിച്ചുയരുമ്പോൾ, തബ് ജേഠ് കി ഗർമി ചരം പർ ഹോത്തി ഹെ, ജ്യേഷ്ഠമാസത്തിലെ മിഥുനമാസത്തിലെ ചൂട് അതിൻ്റെ പാരമ്യതയിൽ എത്തുന്നു. ഇൻ ദോനോ പർവ്വത് കെ ബീച്ച്, ഈ 2 പർവ്വതങ്ങളുടെയും ഇടക്ക്, ഗഡെ നന്ദാ പർവ്വത് കെ ആസ്പാസ് സൂരജ് കി ഉപസ്ഥിതി മേരെ ഗാവ് മേ ബസന്ത് കെ ഭൗരാൻ കാ പ്രതീക് ഹെ, ഉപസ്ഥിതി എന്ന് പറഞ്ഞാൽ സാന്നിധ്യം, ഭൗരാനെ എന്ന് പറഞ്ഞാൽ വിരിയ. അപ്പം എന്താണ് പറയുന്നത്, ഈ 2 പർവ്വതങ്ങളുടെയും ഇടക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന നന്ദാ പർവ്വതത്തിനടുത്തായി സൂര്യൻ്റെ സാന്നിധ്യം എൻ്റെ ഗ്രാമത്തിൽ വസന്തം വിരിയുന്നതിൻ്റെ പ്രതീകമാണ്. ദാദി കഹത്തി തി, മുത്തശ്ശി പറയായിരുന്നു, ജബ് തക് ഹിമാലയ രഹേഗ, ഹിമാലയം ഉള്ളിടത്തോളം കാലം, ഋതുओं के बदलने का ഉല്ലാസ് ബനാ രഹേഗ, ഉല്ലാസ് എന്ന് പറഞ്ഞാൽ ആനന്ദം, ഹിമാലയം ഉള്ളിടത്തോളം കാലം ഋതുപരിവർത്തനത്തിൻ്റെ ആനന്ദവും ഉണ്ടാകുമെന്ന് മുത്തശ്ശി പറയാറുണ്ടായിരുന്നു.